ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. അതിൽ എക്സസൈസ് 14.1 ആണ്. നമുക്ക് മീൻ കണ്ടുപിടിക്കാനുള്ള 3 മെത്തേഡിലും എങ്ങനെ മീൻ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ ഇതിൽ ഫോർമുല അറിയുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തിട്ട് പോവാം. അതായത് ഡയറക്റ്റ് മെത്തേഡിൽ മീൻ എന്ന് പറയുന്നത് x dash equal to sigma fi xi divide by sigma fi. അടുത്തത് അസ്യൂംഡ് മീൻ മെത്തേഡ്. അസ്യൂംഡ് മീൻ മെത്തേഡ് അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എ പ്ലസ്, നമ്മൾ മീൻ അസ്യൂം ചെയ്തിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അസ്യൂംഡ് മീൻ പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ. ഈ ഡി ഐ എന്താന്നുള്ളത് പറഞ്ഞേക്കാം. ഇനി സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലെ മീൻ ഈക്വൽ ടു, അതായത് അസ്യൂംഡ് മീൻ പ്ലസ് സിഗ്മ എഫ് ഐ യു ഐ ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ ഇൻറ്റു എച്ച് വരും, ക്ലാസ് വൈസ്. അപ്പോൾ ഇത്രയും ഫോർമുലയാണ് മീനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഡയറക്റ്റ് മെത്തേഡിൽ സിഗ്മ എഫ് ഐ എക്സ് ഐ ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ. അസ്യൂംഡ് മീൻ മെത്തേഡിൽ ഒരു മീൻ അസ്യൂം ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ എ പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ ബൈ സിഗ്മ എഫ് ഐ. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ എ പ്ലസ് സിഗ്മ എഫ് ഐ യു ഐ ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ ഇൻറ്റു എച്ച്. അപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് 14.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ബോക്സ് നമ്മൾ വരയിട്ടുണ്ട്. അവിടെ നമുക്ക് തന്നിട്ടുണ്ട് നമ്പർ ഓഫ് പ്ലാന്റ്സ്, നമ്പർ ഓഫ് ഹൗസ് തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് മെത്തേഡ്, ഏതെങ്കിലും ഒരു മെത്തേഡിൽ മീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഡയറക്റ്റ് മെത്തേഡിലാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് മെത്തേഡിൽ മീൻ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ എഫ് ഐ എക്സ് ഐ ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ ആണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ് എന്നുള്ള കോളം കണ്ടുപിടിക്കണം. എക്സ് കാണാൻ വേണ്ടി ഇതിൻ്റെ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇവിടെ 0 + 2 എന്ന് പറഞ്ഞാൽ 2, 2/2 1. ഇവിടെ 1 കിട്ടി. അടുത്തത് നമ്മളിതിങ്ങനെ ആഡ് ചെയ്ത് ചെയ്യണമെന്നൊന്നുമില്ല. 0 to 2, 2 ആണ് അതിൻ്റെ ഇടയിലുള്ള സൈസ്. അപ്പോൾ ഈ 2 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് എഴുതാൻ 3. അതായത് 2 + 4 6/2 3 തന്നെയാണ് വരിക. അങ്ങനെ ഓരോന്നും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ക്ലാസ് സൈസ് നോക്കുക, അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 2 ആണ് വരുന്നത്. ആ 2 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോവുക. അപ്പോൾ 5, അടുത്തത് 7, 9, 11, 30. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എന്നാണുള്ളത് കിട്ടും. ഇനി എഫ് ഐ എക്സ് ഐ ഇതെന്ന് പറയുന്നത് എഫും എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യും. ഇത് എഫ് ആണ്, ഇത് എക്സ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 1, 2 × 3 6, 1 × 5 5, ഇവിടെ 35, ഇവിടെ 54, ഇവിടെ 22, 39. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ വേണം. സിഗ്മ എഫ് ഐ എക്സ് ഐ എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ എത്രയാണ് വരിക എന്നുള്ളത് നോക്കുക. ഇവിടെ ഇതിൻ്റെ ടോട്ടൽ വരുന്നത് 162 ആണ്. ഇനി ഫ്രീക്വൻസിയുടെ ടോട്ടൽ സിഗ്മ എഫ് ഐ എന്ന് പറയുന്നത് അവിടെ 20 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മീൻ എന്ന് പറയുന്നത് എന്തായി? അവിടെ 162 ഡിവൈഡ് ബൈ 20. ഇതിൽ നമ്മൾ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 81/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8.1. അവിടെ നമുക്ക് മീൻ കിട്ടുന്നത് 8.1. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അസ്യൂംഡ് മീൻ മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അവിടെ ഡെയിലി വേജസ്, നമ്പർ ഓഫ് വർക്കേഴ്സ് തന്നിട്ടുണ്ട്. അസ്യൂംഡ് മീൻ മെത്തേഡിലാണ് ചെയ്യുന്നത്. അതുപോലെ ഡയറക്റ്റ് മെത്തേഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഒന്നും തന്നിട്ടില്ല, മീൻ കാണണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നമ്പേഴ്സ് കുറച്ച് ചെറിയ നമ്പേഴ്സ് ആണെങ്കിൽ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും എളുപ്പം. വലിയ നമ്പേഴ്സ് എല്ലാം ആണെങ്കിൽ വേറെ ഏതെങ്കിലും അസ്യൂംഡ് മീൻ മെത്തേഡോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡോ ഏതെങ്കിലും ഒരു മെത്തേഡിൽ ചെയ്യാം. ഇവിടെ ഇപ്പം നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡിലാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് കാണാൻ വേണ്ടിയിട്ട് ഇത് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ്, അതായത് 500 + 520 ഡിവൈഡ് ബൈ 2 ചെയ്യണം. അവിടെ 1020 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 510 ആണ് കിട്ടുന്നത്. 510 എക്സ് കണ്ടുപിടിക്കുക. 510 ഇവിടെ ഡിഫറൻസ് 20 ആണ്. അപ്പോൾ 20 ആഡ് ചെയ്തിട്ട് പോവാം. 530, 550, 570, 590. അപ്പോൾ എക്സ് നമുക്ക് കിട്ടി. ഇനി അടുത്ത ഒരു കോളം എന്ന് പറയുന്നത് അതായത് ഡി ഈക്വൽ ടു എക്സ് മൈനസ് എ. എക്സ് ഐ ആണ്, എക്സ് ഐ മൈനസ് എ. ഏതെങ്കിലും ഒരു മീൻ നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു മിഡിലായിട്ടുള്ള മീൻ അസ്യൂം ചെയ്യുക. അപ്പോൾ ഇവിടെ
550 ആണ് അസ്യൂം ചെയ്യുന്നത്. അതായത് എ ഈക്വൽ ടു 550 എന്നുള്ളത് അസ്യൂം ചെയ്തു. ഇനി നമുക്ക് ഡി കണ്ടുപിടിക്കണം. ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. 510 മൈനസ് 550, അതായത് 550യിൽ നിന്ന് 510 മൈനസ് ചെയ്യുക, 0 4. അപ്പോൾ -40. എക്സ് മൈനസ് എ ആണ്, എ ആണ് ഇവിടെ വലുത്. അപ്പോൾ -40. ഇനി എന്ത് വന്നു? -20. ഇവിടെ 550 മൈനസ് 550 ആവുമ്പോൾ അത് 0 ആയി. ഇനി 570 മൈനസ് 550 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20. 590 മൈനസ് 550 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40. ഇനി അടുത്ത ഒരു കോളം എന്ന് പറയുന്നത് FI DI, ഫ്രീക്വൻസിയും ഡിയും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഒരു കോളത്തിൽ എഴുതുക. ഇവിടെ നമുക്ക് എത്രയാണ് വരുന്നത്? -480, ഇവിടെ -280, ഇവിടെ 0, ഇവിടെ ആണെങ്കിൽ 120. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. 400. അപ്പോൾ ഇത്രയും കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? സിഗ്മ FI DI വേണം, അതുപോലെ സിഗ്മ FI വേണം. ഇത് രണ്ടും ഇതിൻ്റെ ടോട്ടൽ നമ്മുടെ ഫോർമുല എന്തായിരുന്നു? മീൻ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് x' ഈക്വൽ ടു A പ്ലസ് സിഗ്മ FI DI ഡിവൈഡ് ബൈ സിഗ്മ FI ആണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഇവിടെ നമ്മൾ A 550 ആണെന്ന് പറയാം. ഇതിൻ്റെ ടോട്ടൽ എത്രയാണെന്നുള്ളത് വേണം. ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും നെഗറ്റീവിലാണുള്ളത്. അപ്പം -760 ആണ് അവിടെ വരുന്നത്. -760 ഇവിടെയാണെങ്കിൽ 520 ആണ് വരുന്നത്. 520 അപ്പം മൈനസ് ചെയ്യുക, 240. -240 ആണ് കിട്ടുന്നത്. -240. ഇവിടെ ഇതിൻ്റെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 14 പ്ലസ് 10 24, 50. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി എ എന്ന് പറയുന്നത് എത്രയാണ്? 550. ഇവിടെ നമുക്ക് FI DI നെഗറ്റീവിലാണ് കിട്ടിയിട്ടുള്ളത്. -240 ഡിവൈഡ് ബൈ FI എന്ന് പറയുന്നത് 50 ആണ്. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. 24/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രയാണ് കിട്ടുക? 4.5 ആണ് വരുന്നത്. അപ്പോൾ 550യിൽ നിന്ന് 4.5 മൈനസ് ചെയ്യുക. അപ്പോൾ 5 ഇവിടെ 8 ആണ്. മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 2, ഇവിടെ ആണെങ്കിൽ 9 ആവുമ്പോൾ 5 4 545.2, അതായത് 20. ഇത് റുപ്പീസ് ആണ്. നമുക്കിവിടെ വേജസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഫാക്ട് വർക്കേഴ്സിൻ്റെ ഡെയിലി വേജസ് ആണ്. അപ്പോൾ മീൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 545.20. ഏത് മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് കിട്ടുക. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെയിലി പോക്കറ്റ് അലവൻസിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ തന്നിട്ടുണ്ട്. അവിടെ ഫ്രീക്വൻസി മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമുക്ക് മീൻ തന്നിട്ടുണ്ട് 18. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ മീൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാം. എക്സ് കണ്ടുപിടിക്കുക. ഇവിടെ FI XI. അപ്പോൾ എക്സ് കാണാൻ വേണ്ടിയിട്ട് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2. 13 ഇവിടെ 24/13 പ്ലസ് 11 എന്ന് പറയുമ്പോൾ 24. 24/2 എന്ന് പറയുമ്പോൾ 12 ആണ് കിട്ടുന്നത്. ഡിഫറൻസ് 2 ആണ്. അപ്പോൾ 2 ആഡ് ചെയ്ത് പോവാം. 12 14 16 18 20 22 24. അപ്പോൾ അത്രയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി FI XI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ 84, ഇതും 84, 144, 13 × 18 എന്ന് പറയുമ്പോൾ 2 10 3 1 4 234. ഇവിടെ 20F, ഇവിടെ 110, 61 96. ഇത്രയാണ് നമുക്ക് വരുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. ടോട്ടൽ കണ്ടുപിടിക്കുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് സിഗ്മ FI XI ആണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ ടോട്ടൽ വരുന്നത്
752 പ്ലസ് 20F ആണ് വരുന്നത്. ടോട്ടൽ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 752 പ്ലസ് 20F. ഇതാണെങ്കിൽ 44 പ്ലസ് എഫ് ആണ് വരുന്നത്. ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്ത് നോക്കുമ്പോൾ 44 പ്ലസ് എഫ് വരും. ഇനി നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ എഫ് ഐ എക്സ് ഐ ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ. ഇവിടെ മീൻ നമുക്ക് തന്നിട്ടുണ്ട് 18 ഈക്വൽ ടു ഇതിൻ്റെ ടോട്ടൽ 752 പ്ലസ് 20F ഡിവൈഡ് ബൈ 44 പ്ലസ് എഫ്. ഇനി എന്ത് ചെയ്യും? ഇതിന് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 18 ഇൻറ്റു 44 പ്ലസ് എഫ് ഈക്വൽ ടു 752 പ്ലസ് 20F. ഇവിടെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 792 പ്ലസ് 18F ഈക്വൽ ടു 752 പ്ലസ് 20F ആണ് വരുന്നത്. ഇനി നമുക്ക് എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരേ സൈഡിലേക്ക് 20F മൈനസ് 18F ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുപോയി 792 മൈനസ് 752. അപ്പോൾ എത്രയാണ് വരുന്നത്? ഇവിടെ 2F ഈക്വൽ ടു ഇത് മൈനസ് ചെയ്യുമ്പോൾ 40. അപ്പോൾ F ഈക്വൽ ടു 40/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 20. F 20 എന്നുള്ളത്. ഇനി അടുത്തത് നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ ചെയ്യാം. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ കാണേണ്ട ഫോർമുല എന്ന് പറയുന്നത് മീൻ എന്ന് പറയുന്നത് A പ്ലസ് സിഗ്മ എഫ് ഐ യു ഐ ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ ഇൻറ്റു എച്ച് ആണ്. അവിടെ നമുക്ക് ഈ ഒരു കോളം കൂടി കണ്ടുപിടിക്കണം, എഫ് ഐ യു ഐ. അത് കാണാൻ വേണ്ടി ആദ്യം ഡി കണ്ടുപിടിക്കണം. അത് അസ്യൂംഡ് മീൻ മെത്തേഡിൽ എങ്ങനെയാണോ ഡി കണ്ടുപിടിച്ചത് അതുപോലെ ഡി കണ്ടുപിടിക്കുക. എക്സ് മൈനസ് എ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു മീൻ അസ്യൂം ചെയ്യും, അതിൽ നിന്ന് എക്സിൽ നിന്ന് അത് മൈനസ് ചെയ്തിട്ട് ഈ ഒരു കോളം കണ്ടുപിടിക്കുക. അത് ഡിവൈഡ് ബൈ ക്ലാസ് സൈസ്. ഇതിൻ്റെ സൈസ് 3ആണ്. 68 65 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോളം കിട്ടും. അതിനുശേഷം ഫ്രീക്വൻസിയും യുവും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ കോളത്തിൽ എഴുതുക. അതിൻ്റെ ടോട്ടൽ ഡിവൈഡ് ബൈ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് വേണ്ടത്. നമുക്ക് ആദ്യം എക്സ് കണ്ടുപിടിക്കുക. 68ഉം 65ഉം ആഡ് ചെയ്യുക. 133 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66.5 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 66.5. ഇനി എന്ത് ചെയ്ത് ഓരോന്ന് ഇതുപോലെ കണ്ടുപിടിക്കുന്നതിന് സൈസ് ആഡ് ചെയ്യുക. 3 ആണ്. അപ്പോൾ 69.5. 69 പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72.5. 75.5. 78.5. 81.5. 81 പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84.5. ഇങ്ങനെയാണ് നമുക്ക് എക്സ് കിട്ടുന്നത്. ഇനി ഏതെങ്കിലും ഒരു ഇനി അസ്യൂം ചെയ്യുക. എ എന്നുള്ളത് നമുക്ക് ഇവിടെ ഇപ്പം മിഡിൽ, ഏകദേശം മിഡിലുള്ളത് എടുക്കുക. 75.5 അസ്യൂം ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡി കണ്ടുപിടിക്കണം. ഡി കാണാൻ വേണ്ടിയിട്ട് എക്സിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. അപ്പോൾ 75.5 മൈനസ് 66.5 0 ഇവിടെ 9. അപ്പോൾ -9 ആണ് വരുന്നത്. ഇനി അതേപോലെ 75.5 മൈനസ് 69.5 ഇവിടെ 6. അപ്പോൾ -6. ഇനി ഇതിൽ നിന്ന് ഇത് അതായത് 75.5 മൈനസ് 72.5 അപ്പോൾ എത്രയാണ് വരുന്നത്? 3 -3. ഇനി എന്താവും? ഇത് രണ്ടും തന്നെ മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 0 ആവും. ഇനി ഇതെല്ലാം പോസിറ്റീവ് ആയിട്ട് വരും. 78.5ഉം 75.5ഉം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും. ഇത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. ഇത് രണ്ടും അതായത് 84.5ഉം 75.5ഉം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 9 വരും. അപ്പോൾ അത്രയും കിട്ടി. അതിനുശേഷം ഇനി എന്ത് ചെയ്യുക? എഴുതിയ കോളം മാറിപ്പോയി. ഇതിലാണ് എഴുതേണ്ടത്. ഡി ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. 6 മൈനസ് 3 0 3 6 9 അതിലായിരുന്നു എഴുതേണ്ടത്. ഇനി ഇവിടെ നമ്മൾ എച്ച് കണ്ടുപിടിക്കാം. എച്ച് എത്രയാണ്? എച്ച് 3 ആണ്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യാം. ഡി ബൈ എച്ച് ചെയ്താലാണ് നമുക്ക് യു കിട്ടുക. അപ്പോൾ ഡി എന്ന് പറയുന്നത് -9. 9 ഡിവൈഡ് ബൈ എച്ച് എത്രയാണ്? 3. അപ്പോൾ -9/3 യു കാണാൻ വേണ്ടിയിട്ട് -9/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്രയാണ് വരുന്നത്? -3.
ഇവിടെ -2, ഇവിടെ -1, 0, 1, 2, 3 കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അടുത്ത കോളത്തിൽ എഴുതേണ്ടത്. 2 - 3 മൾട്ടിപ്ലൈ ചെയ്താൽ -6, -8, -3, ഇവിടെ 0, ഇവിടെ 7, ഇവിടെ 8, ഇവിടെ 6. അപ്പോൾ ശ്രദ്ധിച്ച് തെറ്റാതെ എഴുതുക. അതിന് ശേഷം അപ്പോൾ കോളം കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വേണ്ട വാല്യൂ. അതായത് ഡി നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡിൽ കണ്ടുപിടിച്ച പോലെ ഡി കണ്ടുപിടിക്കുക. എക്സിൽ നിന്ന് A - A ഒരു മീൻ നമ്മൾ അസ്യൂം ചെയ്തതിന് ശേഷം അത് മൈനസ് ചെയ്തിട്ട് നമുക്ക് ഈ കോളം കിട്ടി. ഈ കോളം കിട്ടിക്കഴിഞ്ഞാൽ യു എന്ന് പറയുന്നത് ഇത് രണ്ടും നമ്മൾ മൈനസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഇത്. അത് ഡിവൈഡ് ബൈ എച്ച്. എച്ച് എന്ന് പറയുന്നത് ക്ലാസ് സൈസ് നോക്കുക. 68 65 അതിന് തമ്മിലുള്ള ഡിഫറൻസ് 3. ആ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് ഈ കോളം. ഈ കോളം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതേ ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോളം കിട്ടും. ഇനി ഇതിൻ്റെ ടോട്ടലുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ സിഗ്മ FI/UI ഈക്വൽ ടു ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാ വരിക എന്നുള്ളത് നോക്കാം. ഇവിടെ ഇത് 3 മൈനസാണ്. -40 -17 ആണ് വരുന്നത്. -17ഉം ഇവിടെയാണെങ്കിൽ 15 + 6 21. അപ്പോൾ 4 ആണ് വരുന്നത്. നെഗറ്റീവ് ഉള്ളത് ഒരുമിച്ച് ആഡ് ചെയ്യുക, പോസിറ്റീവ് ഉള്ളത് ഒരുമിച്ച് ആഡ് ചെയ്യുക. അപ്പോൾ 4 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ സിഗ്മ FI എന്ന് പറയുന്നത് ഇവിടെ 6 + 3 9 9 + 8 17 17 + 7 24 28 30 ആണ് വരുന്നത്. ഇനി നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എ എന്ന് പറയുന്നത് എത്രയാണ് എടുത്തിട്ടുള്ളത്? 75.5 പ്ലസ് സിഗ്മ FI/UI നമുക്ക് എത്ര കിട്ടിയില്ല? 4 / 30 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 3. എച്ച് ക്ലാസ് സൈസ് 3 ആണ്. എച്ച് = 3. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എത്രയാണ് വരുന്നത്? 75.5 പ്ലസ് 4/10 ആണ് വരുന്നത്. 4/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 75.9 ഇതാണ് ഇതിൻ്റെ മീൻ. അപ്പോൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് 3 മെത്തേഡിലും നമ്മൾ എങ്ങനെയാണ് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു. 5th ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടിന്യൂസ് ക്ലാസ് ഇൻ്റർവെല്ലായിട്ടല്ല തന്നിട്ടുള്ളത്. 50 to 52, 53 to 55, 56 to 58, 59 to 61, 62 to 64. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ക്ലാസ് ഇൻ്റർവെല്ലാക്കിയിട്ട് വേണം ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ വലിയ നമ്പർ ഓഫ് ഫ്രീക്വൻസി വലുതാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ കുറച്ചും കൂടി കഷ്ടമായിരിക്കും. ഒന്നുമില്ലെങ്കിൽ അസ്യൂംഡ് മീൻ മെത്തേഡിൽ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ ചെയ്യുക. ഞാനിപ്പോൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ കണ്ടിന്യൂസ് ക്ലാസ് ഇൻ്റർവെൽ ആകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അപ്പർ ലിമിറ്റും രണ്ടാമത്തെ ക്ലാസ് 53 ആണ്. അതിൻ്റെ രണ്ടിനെയും തമ്മിലുള്ള ഡിഫറൻസ് 1. അപ്പോൾ 1/2 0.5 ആണ്. അപ്പോൾ 0.5 ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക, അതുപോലെ ഇതിൻ്റെ കൂടെ 0.5 ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ 50 എന്നുള്ളത് 49.5ഉം ഇവിടെ 52.5, പിന്നെ ഇവിടെ 52.5, ഇവിടെ 55.5, അങ്ങനെ കണ്ടിന്യൂസ് ക്ലാസ് ഇൻ്റർവെല്ലായി എഴുതി ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇനി എക്സ് കണ്ടുപിടിക്കുക. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2. അപ്പോൾ 52.5 പ്ലസ് 49.5 10 12 102/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ 51 ആണ് വരുന്നത്. 51. അപ്പോൾ ഇവിടെ ഡിഫറൻസ് 3 ആണ്. അപ്പോൾ 3 ആഡ് ചെയ്ത് പോവുക. 54 57 60 63 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എക്സ്. ഇനി ഡി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മീൻ അസ്യൂം ചെയ്യും. അപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ 57 എടുത്തു. 57 എ 57 ആണെങ്കിൽ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ -6, ഇവിടെ -2, ഇവിടെ 0, ഇവിടെ 3, ഇവിടെ 3 ആണ്. 57 54 മൈനസ് ചെയ്ത് 3 ആണ്. ഇവിടെ 3, ഇവിടെ അതുപോലെ 63 മൈനസ് 57 എന്ന് പറയുമ്പോൾ അവിടെ 6 വന്നു. ഇനി യു എന്ന് പറയുന്നത് D/H. H എത്രയാണ്? 3.
എച്ച് എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -2, ഇതിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -1 0, ഇവിടെ 1 2 ഇങ്ങനെ കിട്ടി. ഇനി FIU ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. 15 × -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -30, ഇവിടെ -110, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0, ഇവിടെ 115, ഇവിടെ 50. നമുക്ക് ഇനി ഇതിൻ്റെ ടോട്ടൽ വേണം. ഇതിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -30ഉം 110ഉം ആഡ് ചെയ്യുമ്പോൾ -140 ആണ് വരുന്നത്. ഇതിൻ്റെ ടോട്ടൽ 115ഉം 50ഉം ആഡ് ചെയ്താൽ 165. 165 എന്ന് 140 മൈനസ് ചെയ്യുമ്പോൾ 25. അപ്പോൾ ഇവിടെ σFIUI എന്ന് പറയുന്നത് 25 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ ടോട്ടൽ ആണെങ്കിൽ σFI എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 400 ആണ് കിട്ടുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് എടുത്തിട്ടുള്ളത്? 57 അസ്യൂംഡ് മീൻ. അപ്പോൾ 57 പ്ലസ് σFIUI എന്ന് പറയുന്നത് 25 ഡിവൈഡ് ബൈ 400 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 3 ആണ്. ക്ലാസ് സൈസ് നോക്കുക, 52.5 മൈനസ് 49.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 100, അപ്പോൾ 57 പ്ലസ് 75/400 ആണ് വരുന്നത്. 75/400 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ 0.187 ഇങ്ങനെ വരും. അപ്പോൾ 57.18 അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒന്നല്ലെങ്കിൽ അസ്യൂംഡ് മീൻ മെത്തേഡോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലോ ചെയ്യുക. ഫ്രീക്വൻസി വലുതാണെങ്കിൽ അതായിരിക്കും നമുക്ക് കാൽക്കുലേഷൻ എഴുതും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.